നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ +1 കെമിസ്ട്രിയിലെ 14 ചാപ്റ്ററുകളിൽ 13 ചാപ്റ്ററുകളുടെ പ്രധാനപ്പെട്ട ആശയങ്ങളും പോർഷനുകളും ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ കയറി കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന ടോപ്പിക്കാണ്. ഈ ഹെസ്സസ് ലോ എന്ന് പറയുന്നത് എല്ലാ വർഷങ്ങളിലും ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കിടക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹെസ്സസ് ലോ ആണ്. എന്താണ് ഹെസ്സസ് ലോ എന്ന് പറയാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എ ഗീവ്സ് ബി. എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ റിയാക്ഷന്റെ മീനിങ് എന്താ? എ എന്ന് പറയുന്ന റിയാക്ടന്റ് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയി മാറുകയാണ്. ഇവിടെ റിലീസ് ചെയ്യപ്പെടുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിന് നമുക്ക് ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഡെൽറ്റ എച്ച് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോ സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്? എൻതാൾപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയും. റിയാക്ഷനിൽ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുമ്പോൾ റിലീസ് ചെയ്യപ്പെടുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡെൽറ്റ എച്ച് എന്ന് വിളിക്കുന്നു. ഇനി മറ്റ് 2 റിയാക്ഷൻസ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. എ ഗീവ്സ് സി, സി എ ഗീവ്സ് സി ആൻഡ് സി ഗീവ്സ് ബി. എ ഗീവ്സ് സി, അതായത് എ എന്ന് പറയുന്ന വസ്തു സി എന്ന് പറയുന്ന മറ്റൊരു വസ്തുവായി മാറാൻ റിലീസ് ചെയ്യുന്ന എനർജിയുടെ ഹീറ്റ് എനർജിയുടെ അളവ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് കൊണ്ടാണെന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്ന മോളിക്യൂൾ ബി എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂളായി മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് ഡെൽറ്റ എച്ച് ടു ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ റിയാക്ഷനും ഈ 2 റിയാക്ഷനും ശ്രദ്ധിക്കുക. ഇവരുടെ 2 സ്ഥലങ്ങളിലും എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തുവായി മാറുകയാണ് അല്ലെ? ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ എ ബി ആയി മാറുന്നു. ഇവിടെയാണെങ്കിലോ എ ആദ്യം സി എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂളായി മാറിയതിനു ശേഷം ആ സി എന്തായി മാറുന്നു? ബി ആയി മാറുന്നു. പക്ഷെ ഓവറോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന 2 കേസിലും എന്താണ്? ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് 2 കേസിലും ഉണ്ടാവുന്നത്. സോ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടക്കാം, അല്ലെങ്കിൽ 2 or 2-ൽ കൂടുതൽ സ്റ്റെപ്പിലോ നടക്കാം. പക്ഷേ the total heat energy released or absorbed remain the same എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റെപ്പിൽ എ ബി ആയി മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ആ എ ബി ആയി മാറാൻ 2 സ്റ്റെപ്പിലും റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവുകളുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഹെസ്സസ് ലോ പറയുന്നത്. ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും അതേ റിയാക്ഷൻ 2 or 2-ൽ കൂടുതലോ സ്റ്റെപ്പുകളിൽ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ പറയുന്നത്. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് a reaction can occur in a single step or in a several step, but the total enthalpy change of the reaction remain the same. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലോ 1-ൽ കൂടുതൽ സ്റ്റെപ്പിലോ നടക്കാം, പക്ഷെ ആ റിയാക്ഷനുകളിൽ അബ്സോർബ് ചെയ്യപ്പെടുകയോ റിലീസ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഏത് നിയമം പറയുന്നത്? ഹെസ്സസ് ലോ പറയുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോ കാർബൺ ഹാഫ് O2 ചേരുന്നു വിചാരിക്കുക. കാർബൺ പകുതി ഓക്സിജനുമായിട്ട് ചേരുന്നു. പകുതി O2 എന്ന് പറയുമ്പോൾ O2 2 ഓക്സിജൻ ഉണ്ട്. ഹാഫ് O2 എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ. അപ്പോൾ കാർബൺ ഒരു ഓക്സിജനുമായിട്ട് ചേർന്നാൽ എന്താവും? കാർബൺ മോണോക്സൈഡ് ആവും. ഈ കാർബൺ മോണോക്സൈഡ് പിന്നെയും ഹാഫ് O2 റിയാക്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോഴെന്താവും? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ആവും. സോ കാർബൺ ഒരു ഓക്സിജനുമായിട്ട് ചേർന്നു. ഹാഫ് O2 എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ ആയിട്ട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആയി. ആ കാർബൺ മോണോക്സൈഡിനെ പിന്നെയും കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പിന്നെയും ഓക്സിജനുമായി ചേർന്ന് എന്തായി മാറും? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസായി മാറും. ആദ്യത്തെ സ്റ്റെപ്പിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് -50 കിലോ ജൂൾ ആണ് എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് -60 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് -50 ആണ്. ഇവിടുത്തെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് -60 ആണ്. എന്താണ് ഈ മൈനസ് എന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്? മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നതാണ്, വേറെ മീനിങ് ഒന്നുമില്ല. അതായത് കാർബൺ ഒരു ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആകുമ്പോൾ 50 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് ഒരു ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ 60 കിലോ ജൂൾ എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ മീനിങ്. അപ്പൊ ഈ 2 റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ
ഓവറാൾ പറയുന്നത് എങ്ങനെയാണ്? ഓവറാൾ എന്താ ഇത്? ഈ രണ്ട് റിയാക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കാർബൺ കാർബൺ മോണോക്സൈഡ് ആവുന്നു, ആ കാർബൺ മോണോക്സൈഡ് എന്തായി മാറുന്നു? കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്നു. ഈ രണ്ട് ഇക്വേഷൻസിനെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയേ. ഈ രണ്ട് ഇക്വേഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡുകൾ ആഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതും, റൈറ്റ് സൈഡുകൾ ആഡ് ചെയ്ത് റൈറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ആഡ് ചെയ്തേ C+half O2, C+half O2 പ്ലസ് ഇവിടെ ലെഫ്റ്റ് സൈഡ് CO പ്ലസ് ഇവിടെ ആരുണ്ട്? half O2 ഗീവ്സ് ഇവിടെ റൈറ്റ് സൈഡിൽ CO ഉണ്ട്, ഇവിടെ റൈറ്റ് സൈഡിൽ CO2 ഉണ്ട്. സോ CO പ്ലസ് CO2. സിഒയും സിഒയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ, കാരണം ഓപ്പോസിറ്റ് സൈഡുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് കിട്ടും ഇവിടെ? C+half O2 half O2 ചേരുമ്പോൾ എത്ര O2 ആവും? ഒരു O2 ആവും. C+ ഒരു O2 gives CO2. അതായത് ഓവറാൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാർബൺ കാർബൺ മോണോക്സൈഡ് ആയി, കാർബൺ മോണോക്സൈഡ് പിന്നെയും കത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പറയുന്നതിന് പകരം എങ്ങനെ പറഞ്ഞാൽ മതി? കാർബൺ ഓരോ ഓക്സിജനുമായി ചേർന്ന് എന്തായി മാറുന്നു? ഓവറാൾ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് എന്തായിട്ട് മാറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ റിലീസ് ചെയ്ത ഹീറ്റ് എനർജിയുടെ അളവ് എത്രയെന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യണം? നമ്മൾ ഇവിടെ ഇക്വേഷനുകളിൽ എന്താണോ ചെയ്തത് അത് തന്നെ ഈ ഡെൽറ്റ എച്ച് വിലകളിലും ചെയ്ത് കൊടുത്താൽ മതി. ഇക്വേഷനുകൾ നമ്മൾ എന്താ ചെയ്തത്? ഇക്വേഷനുകൾ നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് C+O2 CO2 എന്ന് കിട്ടിയേ? ഈ ഫസ്റ്റ് ഇക്വേഷനെയും ഈ സെക്കൻഡ് ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് C+O2 CO2 എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന്റെ ഡെൽറ്റ എച്ച് വില കണ്ടുപിടിക്കണമെങ്കിലും ഇക്വേഷനുകൾ ആഡ് ചെയ്തതുപോലെ അതിന്റെ ഡെൽറ്റ എച്ച് വിലകൾ ആഡ് ചെയ്താൽ എന്തിയാവും? അതായത് -50ഉം -60ഉം കൂടി ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -110 കിലോ ജൂൾ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എന്താ അതിന്റെ അർത്ഥം? കാർബൺ ഒരു മോൾ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ 110 കിലോ ജൂൾ ഓഫ് എനർജി എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു എന്നാണ് ആ റിയാക്ഷന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടക്കാം, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കൂടി നടക്കാം. എങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ടോട്ടൽ ഹീറ്റ് ഓഫ് ദി റിയാക്ഷൻ റിമെയിൻ എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന നിയമമാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. അതായത് നമുക്ക് ചില റിയാക്ഷനുകളിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജിയുടെ അളവ് അറിയാമെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില റിയാക്ഷനുകളിലെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് ഈ നിയമം പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ എടുത്ത് പരിശോധിക്കാം. കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: Fe2O3 3CO ചേർന്ന് 2Feയും 3CO2 ആവുന്നു എന്ന് വിചാരിക്കുക. ഈ റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എൻതാൽപ്പിയുടെ അളവ് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയുടെ അളവ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -26 കിലോ ജൂൾ ആണ് എന്ന് വിചാരിക്കും. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടെ തന്നിട്ടുണ്ട്. FeO plus CO gives Fe plus CO2. ഇവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഡെൽറ്റ H2 എന്ന് പറയുന്നത് -16 കിലോ ജൂൾ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ഡെൽറ്റ എച്ച് ഓഫ് റിയാക്ഷൻ Fe2O3 plus CO gives 2FeO plus CO2. So Fe2O3 plus CO gives 2FeO plus CO2 എന്ന് പറയുന്ന ഇക്വേഷൻ വഴി ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആദ്യത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെയും ഉപയോഗിച്ചുകൊണ്ട് ഈ അൺനോൺ ആയിട്ടുള്ള ഇക്വേഷന്റെ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു റിയാക്ഷന്റെ എന്ത് കണ്ടുപിടിക്കുക? എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക. എൻതാൽപ്പി ചേഞ്ച് അറിഞ്ഞുകൂടാത്ത ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത് Fe2O3 കാർബൺ മോണോക്സൈഡ് ചേർന്ന് FeOCO2 ആവുമ്പോൾ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നിങ്ങൾ നോക്കുക. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നോക്കുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യാം, ചില നമ്പറുകൾ കൊണ്ട് ഇക്വേഷനുകളെ ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. ഇക്വേഷൻസിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. ഇക്വേഷൻസ് പരസ്പരം നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് കൊണ്ടെത്തിക്കാം. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ആൾറെഡി അറിയാവുന്ന ഡെൽറ്റ എച്ച് വിലകളുള്ള ഇക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെൽറ്റ എച്ച് വില അറിഞ്ഞുകൂടാത്ത ഇക്വേഷനിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ട ഇക്വേഷൻ നോക്കുക. നമുക്ക് വേണ്ട ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലുള്ള വസ്തുക്കൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലും ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ അവയെ ആഡ് ചെയ്യണം.
നമുക്ക് വേണ്ട ഈ ഇക്വേഷനിലെ ലെഫ്റ്റ് സൈഡിലുള്ള വസ്തുക്കൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനിലെ റൈറ്റ് സൈഡിലാണ് ഉള്ളതെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം. ക്ലിയർ ആണ്? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനുകളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ശ്രദ്ധിച്ച്, നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ്. ഇവിടെ Fe2O3 ഈ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ Fe2O3 ഉണ്ട്. അപ്പൊ Fe2O3 ഉള്ള ഇക്വേഷൻ മുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഇതാ ഇവിടെ Fe2O3 ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, Fe2O3 ഉള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ Fe2O3 ഇവിടെ ആരോടെ ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്? ഇവിടെയും ആരോടെ ലെഫ്റ്റ് സൈഡിലാണ് ഇക്വേഷനിൽ Fe2O3 വന്നിരിക്കുന്നത്. സോ നമ്മൾ ആ ഇക്വേഷൻ ആഡ് ചെയ്യണം. കാരണം നമുക്ക് വേണ്ട ഇക്വേഷനിൽ Fe2O3 ലെഫ്റ്റ് സൈഡിലാണ്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ Fe2O3 എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ്. സോ Fe2O3 അതേപോലെ വരുന്നത് കൊണ്ട് ആ 1 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ലിയർ ആണ്? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ശ്രദ്ധിച്ചേ. അടുത്തത് എന്താ വേണ്ടേ? CO ഇവിടെ വരണം. ഇനി Fe2O3 CO ഉണ്ട്, പിന്നെ FeO ഉണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ FeO ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. ആരുടെ ലെഫ്റ്റ് സൈഡിലാണ് FeO ഉള്ളത്? ഇവിടെ ആരുടെ റൈറ്റ് സൈഡിലാണ് FeO ഉള്ളത്? അത് മാത്രമല്ല ഇവിടെ രണ്ട് FeO ആണ് വരുന്നത്, ഇവിടെ ഒരു FeO ഉള്ളൂ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് വേണ്ട ഇക്വേഷൻ റൈറ്റ് സൈഡിലാണ്, പക്ഷെ അതിന്റെ സൈഡിൽ ഒരു രണ്ടും കൂടെ ഉണ്ട്. അതായത് ഈ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേസമയം, അതായത് രണ്ടാമത്തെ ഇക്വേഷനെ നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അതേസമയം ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തേ? കാരണം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ FeO ലെഫ്റ്റ് സൈഡിലാണ്, നമുക്ക് വേണ്ട ഇക്വേഷൻ FeO എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഇക്വേഷനിൽ റിയാക്ടന്റ് തിരിഞ്ഞു വന്നത് കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യണം. 2 FeO ആണ് നമുക്ക് വേണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? FeOയുടെ അവിടെ 2 വരണമെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ, -2 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെന്താണോ നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു എന്താണ് രീതി, നമ്മൾ ഈ ഒരു ഫോർമുല നമുക്ക് ഈ രണ്ട് ഇക്വേഷനിലും അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? 1 - 2 ഇൻറ്റു 2 എന്നല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ആരോ ഇടുക. ഇക്വേഷനുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഒരു വലിയ ആരോ ഇടുക. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം 2നെ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം 2 ഇക്വേഷനുകളിൽ നിങ്ങൾ ചെയ്യണം. അതായത് ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ, 1 ലെഫ്റ്റ് സൈഡിൽ ആദ്യം ചെയ്യണം, പിന്നെ റൈറ്റ് സൈഡിൽ. അത് നമുക്ക് ലെഫ്റ്റ് സൈഡ് പോകാം. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് Fe2O3 3CO ആണ്. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് FeO CO ആണ്. ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ എഴുതാം. ആദ്യത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് Fe2O3 3CO അതേപോലെ എഴുതി. Fe2O3 പ്ലസ് 3CO എഴുതി. ഇതിന് മൈനസ് 2 ഇൻറ്റു രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിനെ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അത് മൈനസ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 FeO, അതിനെ മൈനസ് ചെയ്തു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 CO, അത് മൈനസ് ചെയ്തു, -2 CO. ക്ലിയർ ആണ്? അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തു. ഇനി നമ്മൾ ഇതേ കാര്യം എവിടെയും കൂടെ ചെയ്യണം? റൈറ്റ് സൈഡിലും കൂടെ ചെയ്യണം. അപ്പൊ എന്താവും? 1 അതേപോലെ എഴുതുക, 2Fe പ്ലസ് 3CO2 -2 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മൈനസ് ചെയ്യുക, 2Fe മൈനസ്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ മൈനസ് ചെയ്യുക, 2CO2 മൈനസ്. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് നോക്കാം എന്തോ ഇക്വേഷൻ കിട്ടും നോക്കാം. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ക്യാൻസൽ ചെയ്ത് കളയാൻ ശ്രമിക്കുക. എവിടെ ശ്രദ്ധിക്കുക? 3 CO ഉണ്ട്, 2 CO ഉണ്ട്. 3 COയിൽ നിന്ന് 2 CO മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1 CO. 3 COയിൽ നിന്ന് ഇവിടത്തെ ഒരു -2 CO ഉണ്ട്. അപ്പൊ 3 COയിൽ നിന്ന് 2 CO ആയാൽ ബാക്കി 1 CO. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ഒരു 3 CO2 ഉണ്ട്, ഇവിടെ -2 CO2 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ 1 CO2 ബാക്കി വരും. ക്ലിയർ ആണ്? ഇവിടെ +2 Fe ഉണ്ട്, ഇവിടെ -2 Fe ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. സോ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തെഴുതുക. എന്താ ബാക്കിയുള്ളത്? Fe2O3 പ്ലസ് CO. -2 FeO ഇക്വേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +2 FeO ആവും. അതായത് 2 FeO. ബാക്കി ഇവിടെ ഉള്ളത് +CO2. ഈ ഇക്വേഷൻ തന്നെയല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്? Fe2O3 ഇതാ ഉണ്ട്, CO ഇതാ ഇവിടെ ഉണ്ട്, 2 FeO ഇവിടെ ഉണ്ട്, CO2 ഇവിടെ ഉണ്ട്. സോ നമ്മൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി.
നമ്മളിപ്പോ ഈ രണ്ട് ഇക്വേഷനുകളെ എന്ത് പ്രോസസ്സാണോ ചെയ്തത് അതേ കാര്യം നമ്മൾ ഡെൽറ്റ എച്ച് വിലകളിലും കൂടി ചെയ്താൽ നമുക്ക് ഇവിടത്തെ ഡെൽറ്റ എച്ച് വാല്യൂ കിട്ടും. അതായത് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ ചെയ്തേ, ആദ്യത്തെ ഇക്വേഷന്റെ ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ എഴുതി, അപ്പൊ ആദ്യത്തെ ഇക്വേഷന്റെ ഡെൽറ്റ എച്ച് വിലയും അതേപോലെ എഴുതണം, പ്ലസ് -2 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ, -2 ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എത്ര, -16. അപ്പൊ എത്ര കിട്ടും, -26 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 32 ദാറ്റ് ഈസ് ഈക്വൽ ടു, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം അല്ലെ, 32ൽ നിന്ന് 26 പോയാൽ 6, വലുതിന്റെ ചിഹ്നം +6 കിലോ ജൂൾ ഓഫ് എനർജി എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇനി നമ്മൾ അടുത്ത റിയാക്ഷനിലേക്ക് പോവുകയാണ്. We are moving on to the next reaction or next question. Question ഇങ്ങനെയാണ്, find the enthalpy of a reaction. Find the enthalpy of a reaction. Find the enthalpy of reaction. C2H6 plus 7/2 O2 gives 2 CO2 plus 3 H2O. Delta H is equal to question mark. Given enthalpy of formation of C2H6, CO2 and H2O are -20 kilocalorie, -90 kilocalorie and -70 kilocalorie respectively. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ C2H6ന്റെ കമ്പഷൻ പ്രോസസ് ആണ് എഴുതിയിരിക്കുന്നത്. C2H6 എന്ന് പറഞ്ഞാൽ ഈഥൈൻ ആണ്. ഈഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിനെ കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് 7/2 O2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരുപാട് ഹീറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ ഈസ് ആൾവേസ് ആൻ എക്സോതെർമിക് പ്രോസസ്. കാർബണും ഹൈഡ്രജനും അടങ്ങിയ ഏതൊരു വസ്തു കത്തിക്കഴിഞ്ഞാലും ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് എനർജിയുടെ അളവ് ഡെൽറ്റ എച്ച് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താൽപി ഫോർമേഷൻ ഓഫ് C2H6. എന്താൽപി ഫോർമേഷൻ എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താൽപി ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മോൾ വസ്തു അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവിനെയാണ് എന്താൽപി ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ C2H6 ഉണ്ടാകണമെങ്കിൽ ആരൊക്കെ ചേരണം, കാർബണും ഹൈഡ്രജനും ചേർന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ, C2H6 ആവത്തുള്ളൂ. കാർബൺ ഇവിടെ 2 കാർബൺ ഉള്ളതുകൊണ്ട് ഇവിടെ എത്ര കൊടുക്കാം, 2 കാർബൺ കൊടുക്കാം. ഇവിടെ 6 H ഉള്ളത് കൊണ്ട് ഇവിടെ 6 വരണമെങ്കിൽ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3H2, 2C plus 3H2 is C2H6. ഇതാണ് ഈഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഫോർമേഷന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഒരു മോൾ ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്, -20 കിലോ കാലറി എന്ന് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് അടുത്ത ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുക അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് തന്നിട്ടുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണമെങ്കിൽ കാർബണും ഓക്സിജനുമായിട്ട് ചേർന്നാൽ എന്താവത്തുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ് ആവത്തുള്ളൂ. C plus O2 gives CO2. ഇവിടുത്തെ ഡെൽറ്റ എച്ച് വില എത്രയാണ്, -90 കിലോ കാലറി ആണ്. കാർബണും ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ ഇവിടുത്തെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് -90 കിലോ കാലറി ആണ്. ഇനി വാട്ടർ ഉണ്ടാവണം. വാട്ടർ ഉണ്ടാകുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് H2 plus half O2 gives H2O. എപ്പോഴും നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു മോൾ എന്ന് വരത്തക്ക രീതിയിലാണ് എഴുതാൻ. കാരണം എന്താൽപി ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ഒരു മോൾ വസ്തു ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ്. അപ്പോൾ H2 plus half O2 gives H2O. ഇതിന്റെ ഡെൽറ്റ എച്ച് വില എന്ന് പറയുന്നത് എത്രയാണ്, -70 കിലോ കാലറി ആണ്. അപ്പൊ ഈ മൂന്ന് വിലകളിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിലെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നമ്പർ 1, 2 and 3 എന്ന് നോട്ട് ചെയ്യാം. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, നമ്പേഴ്സ് കൊണ്ട് ഇൻഡു ചെയ്യാം, എന്തുകൊണ്ടും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടെത്തിക്കും. അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. നമ്മുടെ ഇക്വേഷൻസ് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാന്നുള്ളത് നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ C2H6 ആരോടെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്,
പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ C2H6 റൈറ്റ് സൈഡിലാണുള്ളത്. അപ്പൊ ഇക്വേഷനിൽ സൈഡ് ചേഞ്ച് വന്നിരിക്കുകയാണ്. സൈഡ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്യണം. അതായത് 1 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അത് മനസ്സിൽ വെച്ചേക്കണം. 1 എന്ന് പറയുന്ന ഇക്വേഷൻ എന്തിൽ നിന്നെങ്കിലും മൈനസ് ചെയ്യണം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ CO2 ഉള്ളൂ. ഇവിടെ എത്ര CO2 ഉണ്ട്? 2 CO2 അല്ലെ? ഇവിടെ CO2 ഉണ്ട്. ഇവിടെ പക്ഷെ എത്ര CO2 ഉണ്ട്? 2 CO2. അതായത് ഈ ഇക്വേഷനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല, ഈ ആരോടെ റൈറ്റ് സൈഡിലാണ് CO2 ഉള്ളത്? ഇവിടെ ആരോടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് CO2 ഉള്ളത്. അപ്പൊ നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു CO2 അല്ലേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട ഇക്വേഷനിൽ എത്ര CO2 വേണം? 2 CO2. ഒരു CO2 നിന്ന് 2 CO2 വരണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഒരേ സൈഡിലാണ് ഇവിടെയും ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ മതി. അതായത് ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ അത് ആഡ് ചെയ്യണം. ഇക്വേഷൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് ആഡ് ചെയ്യണം. ഓക്കെ, അത് ആഡ് ചെയ്യണം. ഇനി വാട്ടർ നോക്കൂ. വാട്ടർ ഇവിടെ ഒരു വാട്ടർ ആണ്. നമുക്ക് വേണ്ട ഇക്വേഷനിൽ 3 വാട്ടർ അല്ലേ വേണ്ടത്. സോ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആരോടെ റൈറ്റ് സൈഡിലാണ് H2 ഉള്ളത്? ഇവിടെയും ആരോടെ റൈറ്റ് സൈഡിലാണ് H2 ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ 1 എന്നുള്ളത് 3 ആക്കണം. 3 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ഇക്വേഷൻ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഒന്നും കൂടെ പറയാം, ഈ ഒരു ഫോർമുലയിലോട്ട് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുലയിലോട്ട് എത്താൻ വേണ്ടി എന്തോ ചെയ്യാന്നുള്ളത് നോക്കുക. ഇവിടെ ഇപ്പോ വേണ്ടത് C2H6. നമുക്ക് ഇക്വേഷൻ വേണ്ട ഇക്വേഷൻ ഇതാണ്. ഇവിടെ C2H6 ലെഫ്റ്റ് സൈഡിലുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ C2H6 റൈറ്റ് സൈഡിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. സോ ഇക്വേഷൻ 1 മൈനസ് ചെയ്യുന്നു. ഇനി അടുത്ത കാര്യം, ഇവിടെ ഒരു CO2 ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് വേണ്ട ഇക്വേഷനിൽ 2 CO2 ആണ്. പക്ഷെ രണ്ട് സ്ഥലത്ത് CO2 റൈറ്റ് സൈഡിലാണ് ഉള്ളത്. ആരുടെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പൊ അത് ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ 2 CO2 വരണം എന്നുള്ളത് കൊണ്ട് ഇക്വേഷൻ 2നെ, ഇതിനെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു H2O ആണ്. ഇവിടെ നമുക്ക് എത്ര H2O വരണം? 3 H2O വരണം. 1നെ 3 ആക്കാൻ എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ. സോ ഈ ഇക്വേഷനെ ഫുൾ ആയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. മൂന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. നമുക്ക് നോക്കാം, ഇതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു വലിയ ആരോ ഇടും. ആരോ ഇട്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ചെയ്യും, പിന്നെ റൈറ്റ് സൈഡിൽ ചെയ്യും. ആദ്യം നോക്കുക, ഇക്വേഷൻ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 3 ഇതല്ലേ ഇക്വേഷൻ 3, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 H2. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/2 O2 ആവും. 3/2 O2 ആണ്. ഇവിടെ 1/2 ഉണ്ട്. 1/2 into 3 എന്ന് പറയുന്നത് എന്താണ്? 1 into 3 3/2 O2. ഓക്കെ, ഇനി ഇക്വേഷൻ 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ? 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇക്വേഷൻ 2 ഇതാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ പ്ലസ് 2C പ്ലസ് 2O2. ഓക്കെ, ഇനി -1. ഈ ഇക്വേഷൻ 1 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ -2C - 3H2. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയേ. ഇനി നമ്മൾ റൈറ്റ് സൈഡിനെ പറ്റി മാത്രം ചിന്തിക്കുക. ഇക്വേഷൻ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3H2 പ്ലസ് 2 into 2, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. അപ്പൊ 2 CO2 ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 മൈനസ് ചെയ്യുക. അപ്പൊ -C2H6 എന്നാവും. ഇനി നോക്കുക, എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ വെട്ടിക്കളയുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ എഴുതാൻ ശ്രമിക്കുക. നോക്കാം, നമുക്ക് ഒരു -2C, ഇവിടെ ഒരു -2C, ഇവിടെ ഒരു +2C ഉണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു 3H2, ഇവിടെ ഒരു -3H2 ഉണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് എന്താണ്? ഈ -C2H6 ഇക്വേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? +C2H6 ആവും. ഇവിടെ ഒരു 3/2 O2 ഉണ്ട്, ഒരു 2 O2 ഉണ്ട്. 3/2 O2 ഉം 2 O2 ഉം 3/2 O2 ഉം 2 O2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/2 + 2, 2 into 2 4, 4 + 3 7, അപ്പൊ 7/2 എന്ന് കിട്ടും. 3/2 ഉം 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7/2 എന്ന് കിട്ടും. അപ്പൊ 3/2 O2 ഉം 2 O2 കൂടെ ചേരുമ്പോൾ എത്ര കിട്ടും? 7/2 O2 എന്ന് കിട്ടും. ഗീസ് ഇവിടെ ബാക്കിയുള്ളത് 3H2O ഉണ്ട്, പിന്നെ 2CO2 ഉണ്ട്. ഇതല്ലേ നമുക്ക് അവിടെ വേണ്ടത്? ശ്രദ്ധിച്ച്, ഇതല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്? C2H6 + 7/2 O2, C2H6 + 7/2 O2 gives 3H2O in 2CO2, 3H2O in 2CO2. അപ്പൊ നമുക്ക് വേണ്ട ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി.
അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണോ ഇക്വേഷനുകളിൽ ചെയ്തത് അത് തന്നെ ഡെൽറ്റ എച്ച് വിലകളിലും ചെയ്താൽ ഈ റിയാക്ഷൻ ഡെൽറ്റ എച്ച് വില കണ്ടുപിടിക്കാൻ കഴിയും. അതായത് എന്താ ചെയ്തത് നമ്മൾ ഇക്വേഷൻ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഈ ഒരു ഇക്വേഷനിലെ -70യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -70 × 3 പ്ലസ് ഇട്ടു. രണ്ടാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഇട്ടു. രണ്ടാമത്തെ ഇക്വേഷൻ -90 ആണ്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ -90 × 2 മൈനസ് ഇക്വേഷനിലെ മൈനസ് ആണ് ഞാൻ ഇട്ടത്. പിന്നെ ഒന്നാമത്തെ വാല്യൂ, ഒന്നാമത്തെ വാല്യൂ എത്ര? -20 അല്ലെ? -20. -70 × 3 എന്ന് പറയുന്നത് -210 ആയിരിക്കും. 2 × -90 എന്ന് പറയുന്നത് -180. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പൊ +20. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത് -370 കിലോ ജൂൾ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇത്രയും സ്റ്റെപ്പുകൾ എഴുതാതെ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ അല്ലേ? ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചാൽ മതി. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് എഫ് ഓഫ് സമ്മേഷൻ ഓഫ് ഡെൽറ്റ എച്ച് എഫ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സമ്മേഷൻ ഓഫ് ഡെൽറ്റ എച്ച് എഫ് ഓഫ് റിയാക്ടന്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോഡക്റ്റുകളുടെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക, റിയാക്ടന്റുകളുടെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക, അത് തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഞാൻ 2 ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഇടയ്ക്ക് മൈനസ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പ്രോഡക്റ്റുകൾ ഏതൊക്കെ എഴുതാൻ പോകും? 2 CO2 ഇല്ലേ? 2 CO2. അപ്പൊ CO2 ഉണ്ടാവുന്നതിന്റെ സമയത്ത് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി -90 അല്ലേ? ഒരു CO2 ഉണ്ടാവുമ്പോൾ -90. അപ്പൊ 2 CO2 ഉണ്ടാവുമ്പോൾ 2 × -90 പ്ലസ് പ്രോഡക്റ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. 3 വാട്ടർ ഉണ്ടാവും. ഒരു വാട്ടർ ഉണ്ടാവുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി -70. അപ്പൊ 3 വാട്ടർ ഉണ്ടാവുമ്പോഴോ 3 × എത്ര? -70. ക്ലിയർ? അപ്പൊ പ്രോഡക്റ്റുകളെല്ലാം ആയേ മൈനസ്. റിയാക്ടന്റ് ആരുണ്ട്? C2H6 ഉണ്ട്, 7/2 O2 ഉണ്ട്. C2H6 ഉണ്ടാവുമ്പോൾ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവ് വന്നിട്ടില്ല എത്ര? -20. അപ്പോ ഒരു C2H6 അല്ലേ ഉള്ളപ്പോൾ -20 പ്ലസ് വേറെ റിയാക്ടന്റ് എന്തുണ്ട്? O2, N2, F2, Cl2, Br2 ഇങ്ങനെയൊക്കെ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളുടെ എല്ലാം എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് O2ന്റെ ഡെൽറ്റ എച്ച് എഫ് എന്ന് പറയുന്നത്, ഡെൽറ്റ എച്ച് എഫ് ഓഫ് O2 എന്ന് പറയുന്നത് എത്ര ആയിട്ടാണ് എടുക്കുന്നത്? 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 0 എന്ന് കൊടുക്കാം. സോ എത്ര കിട്ടും? -180 -270 മൈനസിന് മൈനസ് +20. ഇപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അത് -370 കിലോ ജൂൾ തന്നെയാണ് കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താണ് ആ റിയാക്ഷനിലെ എൻതാൽപ്പി ഫോർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്താണ്? ആദ്യം പ്രോഡക്റ്റുകളുടെ എല്ലാം കൂടെ എൻതാൽപ്പി ചേഞ്ച് ആഡ് ചെയ്യുക, റിയാക്ടന്റുകളുടെ എല്ലാം കൂടെ എൻതാൽപ്പി ചേഞ്ച് ആഡ് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇനി വേറെ രീതിയിലും ചോദിക്കാം. എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാണ്. പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ΔHc ആണ്. പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും ΔHc വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് വെച്ചോളൂ. അതായത് എൻതാൽപ്പി ഓഫ് ഫോർമേഷന് പകരം എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആണ് തന്നിരിക്കുന്നത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറണം. എൻതാൽപ്പി ചേഞ്ച് ഓഫ് സം ഓഫ് ടോട്ടൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്ടന്റ് മൈനസ് ടോട്ടൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രോഡക്റ്റ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. അതായത് ക്വസ്റ്റ്യനില് ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനില് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നതിന് പകരം എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്നാണ് തരുന്നതെങ്കിൽ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നതിന് പകരം എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് എടുക്കരുത്. എന്തെടുക്കണം? റിയാക്ടന്റ് മൈനസ് പ്രോഡക്റ്റ് എടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ A + B gives C + D എന്ന് പറയാണ്. ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാണ്. A + B C + D എന്ന് പറയുന്ന റിയാക്ഷന്റെ എന്ത് കണ്ടുപിടിക്കുക? എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയാണ്. അവർ തന്നിട്ടുള്ള കാര്യം ഇതാണ്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ഓഫ് C എന്ന് പറയുന്നത് 10, എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ഓഫ് D എന്ന് പറയുന്നത് -15, എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ഓഫ് A എന്ന് പറയുന്നത് -10, എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ ഓഫ് B എന്ന് പറയുന്നത്
-25 ആണെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറയണം. അതായത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, എയും ബിയും സിയും ഡിയും പ്രത്യേകം കത്തിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ അളവാണ് ഓരോന്നിനും പറഞ്ഞിരിക്കുന്നത്. ഈ 4 വാല്യൂസ് വെച്ചിട്ട് ഈ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷന്റെ വാല്യൂസ് അല്ലേ തന്നിരിക്കുന്നത്. എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷന്റെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും നമ്മൾ, ഡെൽറ്റ എച്ച് ആർ ഇസ് ഈക്വൽ ടു സിഗ്മ ഓഫ് ഡെൽറ്റ എച്ച് സി ഓഫ് റിയാക്ടന്റ് മൈനസ് സിഗ്മ ഓഫ് ഡെൽറ്റ എച്ച് സി ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ റിയാക്ടന്റുകളുടെ ആകെ എൻതാൽപ്പി കൂട്ടുന്നു, പ്രോഡക്റ്റുകളുടെ ആകെ എൻതാൽപ്പി കൂട്ടി എഴുതുന്നു, എന്നിട്ട് അത് മൈനസ് ചെയ്യുന്നു. റിയാക്ടന്റുകൾ ആരൊക്കെയാണ്, എയും ബിയും അല്ലേ. എയുടെ എൻതാൽപ്പി -10, ബിയുടെ എൻതാൽപ്പി -25. അപ്പൊ -10 പ്ലസ് -25 മൈനസ് ഇട്ടു. ഇനി പ്രോഡക്റ്റിന്റെ ആകെ അളവ്, പ്രോഡക്റ്റ് സിയും ഡിയും അല്ലേ. അപ്പൊ സിയുടെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് 10ഉം ഡിയുടെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് -15 ആണ്. അപ്പൊ 10 പ്ലസ് -15 ചെയ്യുമ്പോൾ എത്ര കിട്ടും, -10 -25 ഇടാകുമ്പോൾ -35 എന്ന് കിട്ടും. മൈനസ് ഓഫ് 10 - 15 എന്ന് പറയുമ്പോൾ -5 എന്ന് കിട്ടുന്നു. സോ -35 മൈനസിന് മൈനസ് +5, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -30 കിലോ ജൂൾ ഓഫ് എനർജി. ചെയ്യുന്ന രീതി മനസ്സിലായോ? അപ്പോ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയാണ്. നിങ്ങൾക്ക് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ പ്രോഡക്റ്റിന്റെ ആകെ എൻതാൽപ്പി ഫോർമേഷൻ മൈനസ് റിയാക്ടന്റിന്റെ എൻതാൽപ്പി ഫോർമേഷൻ എടുത്താൽ മതിയാവും. ഇനി എൻതാൽപ്പി ചേഞ്ച് ഓഫ് കമ്പഷൻ എന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ ആകെ എൻതാൽപ്പി കമ്പഷനും മൈനസ് പ്രോഡക്റ്റിന്റെ ആകെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അതാണ് ഈ സമ്മേഷൻ. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ആകെ തുക എന്നേ അർത്ഥമുള്ളൂ, വേറെ മീനിങ് ഒന്നും തന്നെ ഇല്ല. ക്ലിയർ ആണ്? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെസ്സസ് ലായുടെ പ്രോബ്ലംസിന് എന്ത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിയാക്ഷന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ സ്വീകരിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഓക്കെ. പക്ഷെ പരീക്ഷയുടെ മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ ഫസ്റ്റ് എ പാർട്ടിലോ ബി പാർട്ടിലോ ഒക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ ലാസ്റ്റ് പാർട്ടിലൊക്കെയാണ്, മാർക്ക് കൂടിയ പാർട്ടിലൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഈ ഇക്വേഷൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് ഇക്വേഷൻസിനെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തൊക്കെ നമുക്ക് വേണ്ട ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നന്നായിട്ട് പഠിക്കണം. കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു നമ്പർ ഓഫ് ടൈംസ് എഴുതി തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഹെസ്സസ് ലാ വഴി എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദി റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടെ ഇരുന്ന് കാണുക, പഠിക്കുക, മനസ്സിലാക്കുക. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി തെർമോഡൈനാമിക്സിന്റെ പോർഷൻസ് അവസാനിക്കും. തെർമോഡൈനാമിക്സിൽ സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട, എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. സെക്കൻഡ് ഹാഫ് തെർമോഡൈനാമിക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി പറയാനുണ്ട്. അതോടുകൂടി ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അവിടെ അവസാനിക്കും. ഓക്കെ, നമുക്ക് പിന്നീട് പഠിക്കാം. അതുവരെ ബൈ.